ദളിത് വിഭാഗത്തിൽപ്പെട്ടൊരു നേതാവിനെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ കേരളീയ സമൂഹം അതിനെ സ്വീകരിക്കില്ല എന്ന മുൻവിധിയോടുകൂടിയാണ് ആ പൊളിറ്റിക്കൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇത്തരം ധീരമായൊരു തീരുമാനം CPIM എടുക്കും എന്ന് രാജീവിന് എവിടെയെങ്കിലും തോന്നലുണ്ടോ? കേരളത്തിലെ കോൺഗ്രസിനെ എന്നാൽ ഇനി KR നാരായണൻ നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. സ്വാഗതം ജോയിൻ്റെ സ്റ്റോറിയിലേക്ക്. കേരളത്തിൽ എപ്പോഴെങ്കിലും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയാകുമോ? ഈ ചോദ്യം ഉന്നയിക്കുന്നത് 1957 മുതൽ 2021 വരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെടുത്താൽ ഒരിക്കൽ പോലും ഒരു ദളിത് നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനോ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു ദളിത് നേതാവ് എത്തും എന്ന പ്രതീതി ജനിപ്പിക്കാനോ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ രാജസ്ഥാൻ, ബീഹാർ, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, UP അങ്ങനെ പല സംസ്ഥാനങ്ങളിലും, മഹാരാഷ്ട്ര അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തികൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ വളരെ ചുരുങ്ങിയ ടേമിലാണ്, ഇപ്പോൾ രാജസ്ഥാനാണെങ്കിലും ബീഹാർ ആണെങ്കിലും മഹാരാഷ്ട്രയാണെങ്കിലും ആന്ധ്രയാണെങ്കിലും ഒക്കെ വളരെ ചുരുങ്ങിയ സമയത്തേക്കാണ് അവർ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നതെങ്കിൽ പോലും ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടാൻ അവർക്ക് കഴിയും. ഉത്തർപ്രദേശ് മാത്രമാണ് അതിൽ നിന്ന് ഭിന്നമായി നിൽക്കുന്നത്. മായാവതി അവിടെ ഒരു ഫുൾ ടേം മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്. മറ്റു പല ഘട്ടങ്ങളിൽ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിട്ടുമുണ്ട്. പക്ഷേ കേരളത്തിന് ഇതുവരെ ഒരാളെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതേസമയം കേരളത്തിൽ നിന്നൊരാൾ രാഷ്ട്രപതി പദത്തിലേക്ക്, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ KR നാരായണൻ രാഷ്ട്രപതി പദവിയിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഈ വൈരുദ്ധ്യം അവിടെയുണ്ട്. അതേസമയം കേരള നിയമസഭയുടെ ചരിത്രമെടുത്താൽ കേരള നിയമസഭയിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട 2 പേർ, ഒരാൾ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുണ്ട് ഭാർഗവി തങ്കപ്പൻ, ഒരാൾ സ്പീക്കറായിട്ടുണ്ട് K രാധാകൃഷ്ണൻ. അങ്ങനെ ഒരു ചരിത്രവും കേരളത്തിലുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പദത്തിലേക്ക് കേരളത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പദവിയിലേക്ക് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇനി അങ്ങോട്ട് എത്തുമോ എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയങ്ങളുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോവുകയാണെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുക എന്നത് തുലവും സാധ്യമല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് കേരളമുള്ളത്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ച പോലെ പ്രാതിനിധ്യം എന്ന ഒരു ബേസ്, ഒരു അടിസ്ഥാന ഘടകം മുൻനിർത്തിയാണ് ഈ ചർച്ച തുടങ്ങുന്നത്. ബഷീറിന് എന്താ തോന്നുന്നത്? കേരളത്തിൽ എപ്പോഴെങ്കിലും ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയാകും എന്ന തോന്നൽ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ? കേരളത്തിൽ ഒരുപക്ഷെ ഐക്യ കേരളത്തിൽ അതിനുള്ള സാധ്യത കുറഞ്ഞു വരുന്നതായാണ് എനിക്ക് തോന്നുന്നത്. ചരിത്രത്തിൽ കേരളപ്പിറവിക്ക് മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലൊക്കെ ദളിത് നേതാക്കന്മാർ സാമൂഹികമായ അതിൻ്റെ ഒരു ജനാധിപത്യവൽക്കരണ പ്രക്രിയയിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ട് ഒട്ടേറെ ദളിത് നേതാക്കൾ ഉയർന്നു വരികയും അവർ നമ്മളുടെ സോഷ്യൽ ഡിസ്കോഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത ഘട്ടമുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഇൻവിസിബിലിറ്റി യഥാർത്ഥത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സാമൂഹികമായ ഒരുപാട് ഉച്ചനീചത്വങ്ങളുടെ ഭാഗമായി വലിയ തോതിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്ന് വലിയ നേതാക്കൾ ആ കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രമെടുത്താൽ അതിൽ ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന 9 സ്ത്രീകളിൽ ഒരാളായ ദാക്ഷായണി വേലായുധൻ മലയാളിയായിരുന്നു, എറണാകുളം സ്വദേശിയായിരുന്നു. അവർ കേരളത്തിലെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഗ്രാജുവേറ്റായിരുന്നു. കൊച്ചി അസംബ്ലിയിലെ അംഗമായിരുന്നു. 1978 വരെ ദാക്ഷായണി വേലായുധൻ നമുക്കിടയിൽ ജീവിച്ചിട്ടുണ്ട്. ഐക്യ കേരളത്തിൽ ഏതാണ്ട് 20 വർഷം അവർ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ദാക്ഷായണി വേലായുധന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഐക്യ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല. തുടക്കത്തിൽ ഐക്യ കേരളത്തിന് മുമ്പ് അയ്യങ്കാളിയെപ്പോലെയുള്ള ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. പക്ഷേ കേരളം രാഷ്ട്രീയമായി രൂപം കൊള്ളുകയും 2 മുന്നണികൾക്കിടയിൽ രാഷ്ട്രീയ അധികാരം കൈയാളപ്പെടുകയും ചെയ്ത
കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ ദളിത് നേതാക്കന്മാർക്ക് ഒരു തരത്തിലുള്ള ഇൻവിസിബിലിറ്റി വന്നുപെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. നേതാക്കന്മാരില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ആ നേതാക്കന്മാരെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ഈ നമ്മളുടെ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാത്തത് കൊണ്ടാണ് അത്തരമൊരു അദൃശ്യത സംഭവിച്ചത് എന്നാണ് എൻ്റെ തോന്നൽ. ജനസംഖ്യാനുപാതികമായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന നിൽക്കുന്നത് എന്നുകൂടെ നമ്മളൊന്ന് പരിശോധിച്ച് പോകുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച വ്യക്തികളുടെ സാമുദായിക ഘടകം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മുന്നോക്ക ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട 6 പേരെങ്കിലും കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ഇപ്പോൾ EMS ഉണ്ട്, CH തമേനുണ്ട്, K കരുണാകരനുണ്ട്, PK വാസുദേവൻ നായരുണ്ട്, അതുപോലെ EK നായനാരുണ്ട്, പട്ടം താണുപിള്ളയുണ്ട്, അങ്ങനെ കരുണാകരനുണ്ട്. അങ്ങനെ 6 പേർ കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. മുന്നോക്ക ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട 6 പേർ കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ഈ മുന്നോക്ക ഹിന്ദു വിഭാഗത്തിൻ്റെ ജനസംഖ്യ എന്ന് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 12.5% വരും. കേരളത്തിലെ ജനസംഖ്യയുടെ ഏതാണ്ട് അത്രയേ ഉള്ളൂ. കേരളത്തിലെ ദളിത് ജനസംഖ്യ എന്ന് പറയുന്നത് പ്ലസ് ആദിവാസി ജനസംഖ്യ എടുത്താൽ ഏതാണ്ട് ഇക്വലൻ്റ് ആണ്. അതായത് 2011 സെൻസസ് അനുസരിച്ചാണ് ഞാനിത് പറയുന്നത്. ഏതാണ്ട് 12.5% വരും മുന്നോക്ക ഹിന്ദു എന്ന് പറയുന്നത്. അതിൽ തന്നെ നായർ വിഭാഗത്തിലെ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്നുള്ള സെഗ്മെൻറ്റ് നമ്മൾ കിഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 11% വരും. അതേസമയം ദളിത്, അതായത് SC ST വിഭാഗങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് അതാണ് കണക്ക്. 10.5% വരും. 11-ൽ നിന്ന് ഏതാണ്ട് 5% കുറയൂ. രാജീവ് പറഞ്ഞ കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ സ്റ്റാർക്ക് റിയാലിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 13 ടേമിലായി 6 മുഖ്യമന്ത്രിമാർ മുന്നോക്ക ഹിന്ദു സമുദായ അംഗങ്ങൾ കേരളം ഭരിച്ചു. എന്നാൽ അത്ര തന്നെ ജനസംഖ്യയുള്ള ഏറ്റവും അധസ്ഥിതമായ ഹിന്ദു ജനവിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിമാരുടെ എണ്ണം 0. മന്ത്രിമാരുടെ എണ്ണത്തിൻ്റെ കണക്കെടുത്താൽ എനിക്ക് തോന്നുന്നു 100-ലധികം മുന്നോക്ക മന്ത്രിമാരുണ്ടായപ്പോൾ ഈ ജനവിഭാഗത്തിൽ നിന്ന് 20-ൽ താഴെ. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാം. കാരണം 2021 വിടുക, 2021 വരെയുള്ള നിയമസഭകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ നായർ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് മന്ത്രിസഭാംഗങ്ങളായി മാറിയവരുടെ എണ്ണം ഏതാണ്ട് 123. അതേസമയം 2021 വരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്ന് മന്ത്രിമാരായവരുടെ എണ്ണം 19-20 മാത്രമാണ്. അതായത് 120-ഉം 122-ഉം 19-20 തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണണം. ജനസംഖ്യ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 1%-ൻ്റെയോ 0.5 മുതൽ 1% വ്യത്യാസം മാത്രമേ മുന്നോക്ക ഹിന്ദുവും ഈ പറയുന്ന ഏറ്റവും അധസ്ഥിത വിഭാഗമായി പരിഗണിക്കപ്പെടുന്ന പട്ടികജാതി വിഭാഗങ്ങളും തമ്മിലുള്ളൂ. പക്ഷേ മന്ത്രിസഭ അംഗത്വം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ 123 മന്ത്രിസ്ഥാനങ്ങളോ അല്ലെങ്കിൽ 120 മുതൽ 122 വരെ അല്ലെങ്കിൽ 123 വരെ എന്ന് കൂട്ടാം. അത്രയും മന്ത്രിസ്ഥാനങ്ങൾ മുന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾക്ക് കിട്ടുമ്പോൾ ഇപ്പുറത്ത് കിട്ടുന്നത് 20-21 മാത്രമാണ്. അതിൽ തന്നെ 6 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ദളിത് വിഭാഗങ്ങളിൽ നിന്ന് ഇതുവരെ ഒരാളെപ്പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. നമ്മൾ ഇന്നലെ മുസ്ലിം മുഖ്യമന്ത്രി പോലും ഉയർന്നു വന്നിട്ടില്ല എന്നതാണ്. ചർച്ചയിൽ പോലും വരുന്നുണ്ട്. ഇന്നലെ നമ്മൾ മുസ്ലിം മുഖ്യമന്ത്രിമാരുടെ എന്തുകൊണ്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഉണ്ടായില്ല എന്ന ചർച്ച എടുക്കുമ്പോൾ മിനിമം നമുക്ക് ചില ഘട്ടങ്ങളിലെങ്കിലും ഒരു പേര് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ ദളിത് വിഭാഗത്തിൽ നിന്ന് ഇതുവരെ ഒരു പേര് പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതേസമയം ആ വിഭാഗത്തിൽ നിന്ന് നേതാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. അത് ഐക്യ കേരള പിറവിക്ക് ശേഷം നമ്മളെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ KK ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. 8 തവണ കേരള നിയമസഭയിൽ അംഗമായിട്ടുണ്ട് അദ്ദേഹം ചാലക്കുടിയിൽ നിന്ന് അംഗമായിട്ടുണ്ട്, ചേലക്കരയിൽ നിന്ന് അംഗമായിട്ടുണ്ട്, അതുപോലെ തൃത്താലയിൽ നിന്ന് അംഗമായിട്ടുണ്ട്, വൈക്കത്തു നിന്ന് അംഗമായിട്ടുണ്ട്. ഇങ്ങനെ പല നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായിട്ട് അദ്ദേഹം കേരള നിയമസഭയിൽ അംഗമായിട്ടുണ്ട്. ചില പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിയുമായിട്ടുണ്ട്. ഇപ്പോൾ ദേവസ്വം പോലെയുള്ള വകുപ്പുകൾ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. അതുപോലെ പട്ടികജാതി വികസനം എന്ന് പറയുന്ന വകുപ്പ് അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. അങ്ങനെ പല വകുപ്പുകൾ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരുക എന്ന് പറയുന്ന ഒരു സിനാരിയോ അവരെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. ഇപ്പുറത്ത് CPM എടുത്തു കഴിഞ്ഞാൽ CPM-ൽ PK കുഞ്ഞച്ചൻ എന്ന് പറയുന്ന CPIM-ൻ്റെ, അതായത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തുടങ്ങി പിളർപ്പിന് ശേഷമുള്ള CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലെത്തിയ ആദ്യത്തെ നേതാവ് PK കുഞ്ഞച്ചനാണ്. PK കുഞ്ഞച്ചൻ ഐക്യ കേരളത്തിൻ്റെ ആദ്യ നിയമസഭയിൽ അംഗമായിരുന്നു, 2ാം നിയമസഭയിൽ അംഗമായിരുന്നു, 4ാമത്തെ നിയമസഭയിലും അദ്ദേഹം അംഗമായിരുന്നു.
കുഞ്ഞച്ചനും ബാലകൃഷ്ണനും മാത്രമല്ല, നമുക്ക് കുറെ കൂടി സമീപകാലത്ത് തന്നെ ഫെമിലിയറായ 2 ഫേസസിൻ്റെ കാര്യം പറയാം. കൊടിക്കുന്നിൽ സുരേഷ് 8 തവണയോ 7 തവണ പാർലമെന്റ് അംഗമായി, ഇലക്റ്റഡ് ആയ പാർലമെന്റ് അംഗം, മീൻസ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. CWCയുടെ പ്രത്യേക ക്ഷണിതാവാണ്. ഓരോ ഘട്ടത്തിലും കൊടിക്കുന്നിൽ സുരേഷ് ഒരു പരിഗണനയ്ക്ക് വേണ്ടി പലതവണ മുറവിളി കൂട്ടുന്നത് നമുക്ക് മാധ്യമങ്ങളിൽ കാണാം. ഓരോ തവണയും ലോക്സഭയുടെ പ്രോട്ടോം സ്പീക്കറായിട്ടുണ്ട്. CWCയുടെ പ്രത്യേക ക്ഷണിതാവാണ്. 8 തവണ ഇലക്ട് ചെയ്യപ്പെട്ട ലോക്സഭാംഗം, കേന്ദ്രമന്ത്രിസഭാംഗമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഓരോ തവണയും പരിഗണന എന്ന കാര്യത്തിന് വേണ്ടി, പ്രാതിനിധ്യം എന്ന കാര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് വന്നാൽ രാധാകൃഷ്ണനാണ് ഏറ്റവും വലിയ മറ്റൊരു ഉദാഹരണം. രാധാകൃഷ്ണൻ MP ആണ്. രാധാകൃഷ്ണൻ മന്ത്രിയായിട്ടുണ്ട്, കേരള നിയമസഭയുടെ സ്പീക്കറായിട്ടുണ്ട്, 5 തവണയോ മറ്റോ MLA ആയിട്ടുണ്ട്. പക്ഷേ രാധാകൃഷ്ണനെ പോലൊരാൾ, കൊടിക്കുന്നിലിനെ പോലൊരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചയിൽ ഒരിടത്തും വരുന്നില്ല എന്നതാണ് റിയാലിറ്റി. ഒരു പക്ഷേ നേരത്തെ രാജീവ് പറഞ്ഞ ഉദാഹരണങ്ങളെക്കാൾ നമ്മുടെ കൺമുമ്പിലുള്ള ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ പോലും രാധാകൃഷ്ണനെയും കൊടിക്കുന്നിലിനെയും മുന്നിലേക്ക് വെച്ചാൽ നമുക്ക് ഈ റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റും. അതിലൊരു ഏറ്റവും വലിയ കൗതുകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എടുത്താലും രാധാകൃഷ്ണൻ എടുത്താലും ഈ 2 സിസ്റ്റത്തിലെയും, 2 പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെയും ഇതര നേതാക്കളെ അപേക്ഷിച്ച്, അതിൽ പ്രോമിനൻ്റായി നിൽക്കുന്ന നേതാക്കളെയാണ് ഞാൻ പറയുന്നത്, ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ തുലവും കുറവുള്ള 2 നേതാക്കളാണ് കൊടിക്കുന്നിൽ സുരേഷ് ആണെങ്കിലും രാധാകൃഷ്ണൻ ആണെങ്കിലും. ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഗൗരവമുള്ളതാണോ, അതിൽ കഴമ്പുണ്ടോ എന്നുള്ളത് വേറെ കാര്യമാണ്. ഞാൻ പറയുന്നത് അതുപോലും ഉണ്ടാവുന്നില്ല ഈ 2 നേതാക്കൾക്കുമെതിരെ. എന്നിട്ട് പോലും അവർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റ് അവിടെയുണ്ട്. ഇപ്പോൾ രാധാകൃഷ്ണനെ സംബന്ധിച്ച് കൊടിക്കുന്നിൽ സുരേഷിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററാണ് എന്ന് ഞാൻ പറയും. കാരണം രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സമയത്ത് തന്നെ കേരള മന്ത്രിസഭയിൽ അംഗമായി. 3-ാം തവണ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ കേരള നിയമസഭയുടെ ആദ്യത്തെ ദളിത് സ്പീക്കറായി. അത് കഴിഞ്ഞ് 4-ാം ടേമിൽ 2021 അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അത് CPMൻ്റെ ഒരു താല്പര്യപ്രകാരം ചേലക്കരയിൽ വീണ്ടും മത്സരിക്കുക, അതായത് മന്ത്രിസഭയുണ്ടായാൽ രാധാകൃഷ്ണൻ മന്ത്രിയാവണം എന്ന താല്പര്യത്തോടുകൂടെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുകയും മന്ത്രിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിഗണന പാർട്ടി എന്നുള്ള നിലയിൽ രാധാകൃഷ്ണന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്കുള്ളൊരു പരിഗണന അർഹിക്കുന്ന നേതാവല്ലേ രാധാകൃഷ്ണൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കാര്യത്തിലുമുണ്ട്. കാരണം 8 തവണ ലോക്സഭാംഗമായ ഒരാൾ, ആ വ്യക്തിക്ക് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അർഹമായിട്ടുള്ളൊരു വലിപ്പമുണ്ടോ, അർഹമായിട്ടുള്ളൊരു പൊസിഷനിങ് കിട്ടുന്നുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഭാവി മുഖ്യമന്ത്രി എന്നുള്ള മട്ടിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ 3-4 പേരുകളിലേക്ക് ഒതുങ്ങുക ചെയ്യുക. അതിനപ്പുറത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷ് എന്നുള്ള പേരിലേക്ക് നമ്മൾ എത്തില്ല. അത് നമ്മളുടെ കൂടെ പ്രശ്നമാണ് എന്ന് ഞാൻ പറയും. ഇന്നലെ കടന്നു വന്ന നേതാക്കളെപ്പോലും നമ്മൾ ഭാവി മുഖ്യമന്ത്രിമാരുടെ ലോങ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു. എന്നാൽ ഒരു ഘട്ടത്തിലും രാധാകൃഷ്ണനെ നമ്മൾ ആ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല. പാർട്ടി ഘടന അനുസരിച്ച് എല്ലാവരും, ഇപ്പോൾ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കോൺഗ്രസ് അംഗങ്ങളാണ്. കോൺഗ്രസ്സിൽ വിവിധ വിഭാഗങ്ങളുണ്ടാവും, സാമുദായിക പ്രാതിനിധ്യം ഉണ്ടാവും, അത് വേറെ പ്രശ്നമാണ്. പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള പദവികളിലൊക്കെ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ അവർ. CPM എടുത്താലും അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാതിനിധ്യം എടുത്തുകൊണ്ട് നിങ്ങളിത് ചർച്ച ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതി ആവുന്ന ഘട്ടത്തിൽ എന്തിനാണ് നാരായണനെ രാഷ്ട്രപതി ആക്കുന്നത് എന്ന ചോദ്യമുണ്ട്. അതുവഴി ഈ സമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. എനിക്കുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത്, ആ സമൂഹത്തിന് രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്താൻ പാകത്തിലേക്ക് ഞങ്ങൾ വളർന്നിരിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ്. അതൊരു സോഷ്യൽ അക്സെപ്റ്റൻസ്, സാമൂഹികമായി അവരുടെ അന്തസ്സിനെ ഉയർത്താൻ പാകത്തിലേക്കുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനം. നാരായണൻ്റെ കാര്യം എടുത്താൽ നാരായണൻ ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര അസൈൻമെൻറ്റ്സ് പൂർത്തിയാക്കിയതിന് ശേഷം കേരളത്തിൽ വന്ന് കോൺഗ്രസ് പാർട്ടി ഒരു SC റിസർവ്ഡ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിപ്പിക്കുകയാണ് ചെയ്തത്, ഒറ്റപ്പാലത്ത് നിന്ന്. അപ്പോഴും നാരായണനെ പോലൊരാൾ ഒരു വലിയ ലോകപരിചയത്തിന് ശേഷം തിരിച്ചെത്തിയിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിനെ എന്നാൽ ഇനി നാരായണൻ നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. പകരം
ഒരു റിസർവ്ഡ് മണ്ഡലത്തിൽ നിർത്തി. പക്ഷേ അതൊരു ചരിത്ര നിയോഗമായി തീർന്നു പിന്നീട് എന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ എവിടെയോ ബൈ ഡിഫോൾട്ട് ഈ എക്സിക്യൂട്ടീവ് അധികാരങ്ങളിലേക്ക് ഈ ജനവിഭാഗം കടക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കപ്പെട്ടതുപോലെ തോന്നും. ഇത് ഇപ്പോൾ ഈ കെ.ആർ. നാരായണൻ്റെ പറഞ്ഞ അതേ സിനാരിയോ കെ. രാധാകൃഷ്ണൻ്റെ കാര്യത്തിലും വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ചേലക്കരയിൽ നിന്ന് മത്സരിക്കുന്നു, അതൊരു സംവരണ മണ്ഡലമാണ്. അതിനുശേഷം കെ. രാധാകൃഷ്ണൻ്റെ പെർഫോമൻസ്, കെ. രാധാകൃഷ്ണൻ്റെ വ്യക്തിപരമായ മികവ്, ഇതൊക്കെ അംഗീകരിക്കപ്പെട്ടതിന് ശേഷമാണ് 2021 CPIM നിർബന്ധിച്ച് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ പോലും ചേലക്കര എന്ന് പറയുന്നൊരു സംവരണ മണ്ഡലത്തിൽ മാത്രമാണ് കെ. രാധാകൃഷ്ണൻ മത്സരിക്കുന്നത്. കെ. രാധാകൃഷ്ണൻ ഒരുപക്ഷെ വേറെ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും സ്വന്തം കപ്പാസിറ്റിയിൽ, അതായത് വ്യക്തിത്വ മികവ് കൊണ്ട് തന്നെ ജയിച്ചു വരാൻ സാധ്യതയുള്ള നേതാക്കളിൽ അപൂർവം നേതാക്കളിൽ ഒരാളാണ് കെ. രാധാകൃഷ്ണൻ. എന്നിട്ട് പോലും CPM തീരുമാനിക്കുന്ന അദ്ദേഹത്തെ സംവരണ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ്. തൃശ്ശൂർ വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കെ. രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാമായിരുന്നു, പക്ഷേ അതിന് CPM തയ്യാറാവുന്നില്ല. അവിടെയും ഉണ്ട് ഈ പ്രശ്നം. ഞാൻ വ്യക്തിഗതമായി എൻ്റെ ഒരു ഓർമ്മ, ഞാൻ 10-27 വർഷം മുമ്പ് സംസ്ഥാന നിയമസഭയിലേക്ക് അക്രഡിറ്റേഷനോടുകൂടി ആദ്യം നിയമസഭാ റിപ്പോർട്ടിങ്ങിന് ചെല്ലുമ്പോൾ ആ മന്ത്രിസഭയിലുണ്ട് കെ. രാധാകൃഷ്ണൻ. അന്ന് അവിടെയുള്ള പ്രതീതി, ആദ്യമായി ഇലക്ട് ചെയ്യപ്പെട്ട് അദ്ദേഹം 96 മന്ത്രിസഭയിൽ അംഗമായിരിക്കുകയാണ്. അന്ന് അവിടെയുള്ള പ്രതീതി ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇയാൾ എന്നാണ്. കാരണം അതായിരുന്നു രാധാകൃഷ്ണൻ്റെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്നത്. അത്ര വലിയ ഹൈപ്പോടുകൂടി വിജയിച്ചു വന്ന ഒരാൾ എൻ്റർ ചെയ്തു, പക്ഷേ അവിടെ തന്നെ നിൽക്കുന്നു എന്നതാണ് അവസ്ഥ. പാർട്ടി ഘടകങ്ങളുടെ ഒരു പക്ഷേ രാധാകൃഷ്ണൻ വളർന്നിട്ടുണ്ടാവാം. കാരണം വെച്ച് കഴിഞ്ഞാൽ MLA ആയ രാധാകൃഷ്ണൻ അല്ല ഇന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന രാധാകൃഷ്ണൻ എന്നുള്ള വ്യത്യാസം പാർട്ടി ഘടനയിൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനെ പൊതുസമൂഹത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ്റെ ഭാഗമായി മാറ്റുക എന്ന് പറയുന്നൊരു പണിയുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊരു ചോദ്യം രാജീവിനോട് ചോദിക്കട്ടെ. പിണറായി വിജയൻ എന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാനത്തിൽ നിൽക്കുകയാണ് എന്നാണ് നമ്മളുടെ വിചാരം. ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പോലും പിണറായി മാറും എന്ന തോന്നലുണ്ട്. ആ ഘട്ടത്തിൽ കേരളത്തിൽ ഇതുവരെയുള്ള ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന CPIM നേതാക്കളുടെ കൂട്ടത്തിൽ പാർലമെൻ്ററി പരിചയം കൊണ്ടും വ്യക്തിഗതമായി ഉണ്ടാക്കിയെടുത്ത ഒരു തരത്തിലും കറ പുരളാത്ത ഒരു രാഷ്ട്രീയത്തിൻ്റെ കരിയറിൻ്റെ ഉടമ എന്ന നിലയിലും കെ. രാധാകൃഷ്ണൻ എന്തുകൊണ്ട് പിന്മുറക്കാരനായി പകരം വെക്കപ്പെടുന്നില്ല? കെ. രാധാകൃഷ്ണനേക്കാൾ അതിൽ അർഹതയുള്ള മറ്റാരുണ്ട് നിലവിലുള്ള അന്തരീക്ഷത്തിൽ? മറ്റാരെയും നമുക്ക് കാണാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ഇപ്പോൾ തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നേ പറയാൻ പറ്റൂ. പക്ഷേ അവിടെ പോലും കെ. രാധാകൃഷ്ണനോളം കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഇപ്പോൾ CPMന് ഒരു മുഖ്യമന്ത്രി മെറ്റീരിയലായിട്ട് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന വേറൊരു ലീഡർ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമോ ഒരു കേസോ കെ. രാധാകൃഷ്ണൻ്റെ പേരിലുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷേ അതൊരു കേസോ ആരോപണമോ ആ ലെവലിൽ മാത്രമേ നിൽക്കൂ. അത് കെ. രാധാകൃഷ്ണൻ്റെ വ്യക്തിത്വത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താ പറയുക, നമ്മളീ പറയുന്ന ഒരു പാൻ കേരള അക്സെപ്റ്റൻസ് വേണം എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടി അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ലീഡർഷിപ്പ് എന്നുള്ള നിലയിൽ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ CPMന് ഏറ്റവും അധികം അങ്ങനെ മുന്നിൽ വയ്ക്കുന്നുണ്ടോ? അതായത് ഒരു തോൽവിയുടെ മുന്നിൽ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ CPIM കണക്കുകൾ കൊണ്ട് സാഹചര്യം കൊണ്ട് ഒരു തോൽവിയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇത്തരം ധീരമായൊരു തീരുമാനം CPIM എടുക്കും എന്ന് രാജീവിന് എവിടെയെങ്കിലും തോന്നലുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത് മുമ്പ് തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. അത് CPM മാത്രമല്ല, കേരളത്തിലെ ഈ മുന്നണി രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയും എടുക്കാൻ പോകുന്നില്ല. അത് എടുക്കാത്തതിൻ്റെ കാരണം ഇത് മുന്നിൽ നിർത്തിയാൽ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള സംശയമല്ല, അല്ലെങ്കിൽ ജയമോ തോൽവിയോ എന്നുള്ള പ്രശ്നമല്ല, മറിച്ച് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാർട്ടികളുടെ മടിയോ ജനങ്ങളുടെ മടിയോ? ജനങ്ങളുടെ മടിയല്ല സത്യം പറഞ്ഞത്. ജനങ്ങൾക്ക് ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കെ. രാധാകൃഷ്ണനെ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലോ അല്ലെങ്കിൽ പുറത്തുള്ളയോ ഏതെങ്കിലും, ഇപ്പോൾ തൃശ്ശൂരോ പാലക്കാടോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പൊതുമണ്ഡലത്തിൽ നിർത്തിയാൽ പോലും ഒരു പക്ഷേ ചേലക്കരയിൽ കിട്ടിയ അതേ ഭൂരിപക്ഷത്തിൽ 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതേ ഭൂരിപക്ഷത്തിൽ കെ. രാധാകൃഷ്ണൻ ജയിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ നിർത്താനുള്ളൊരു ധൈര്യം ആ പാർട്ടിയുടെ ലീഡർഷിപ്പിന് വേണം. ആ ധൈര്യം
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാക്ക് ചെയ്യുന്നത് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനാണ്. സമൂഹം ഒരുപക്ഷെ അത് സ്വീകരിച്ചേക്കാം. സമൂഹം സ്വീകരിക്കുമ്പോൾ ഞാനീ പറയുന്നത് ജാതി മത പരിഗണനകളൊന്നും സമൂഹത്തിലില്ല എന്നുള്ള അർത്ഥത്തിലല്ല, അത് അതിൻ്റെ ഹൈപ്പിൽ നിൽക്കുകയാണ്. പക്ഷേ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് വ്യക്തിശുദ്ധിയുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിലുള്ള ഒരു അക്സെപ്റ്റൻസ് ഉള്ള ദളിത് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള മട്ടിൽ അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റണം. അത് പ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് വേണമെങ്കിൽ വളരെ ഡിസിസീവായിട്ടുള്ള ചില കാര്യങ്ങൾ, വളരെ ഡിസിസീവായിട്ട് അതിലേക്ക് മുന്നോട്ട് പോകാൻ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് പറ്റും. ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കഴിയാതിരിക്കുന്നു എന്നുള്ളൊരു ഫാക്റ്റ് അവിടെയുണ്ട്. ഈ ഫാക്റ്റ് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം MLA-മാരുടെ കാര്യം സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അതായത് CPM 2021 ഞാൻ വിചാരിക്കുന്നത് വളരെ ടാക്റ്റിക്കലായിട്ടുള്ള ചില സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇക്വേഷൻസ് നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വളരെ സൂക്ഷ്മമായ തലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. കാരണം ഈ മറ്റു പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നുള്ള ഇതുവരെ റെപ്രസെൻ്റ് ചെയ്യപ്പെടാത്ത ചില വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ മത്സരിപ്പിക്കാനും അവരെ ജയിപ്പിക്കാനും അവരെ MLA ആക്കാനും CPM-ന് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ടാവണം. ആ പൊളിറ്റിക്കൽ വില്ല് ഇപ്പോൾ ആ പാർട്ടിക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടൊരു നേതാവിനെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ കേരളീയ സമൂഹം അതിനെ സ്വീകരിക്കില്ല എന്ന മുൻവിധിയോടുകൂടിയാണ് ആ പൊളിറ്റിക്കൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇതേ മുൻവിധി ഒരു പക്ഷേ ഇപ്പുറത്തുമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ സംസാരിച്ച കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ പാർലമെൻറ്റിലേക്ക് മെമ്പറായതിനു ശേഷവും ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിലൊരു സ്പേസിന് വേണ്ടിയിട്ട് ഈ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ മികവിനെക്കുറിച്ച് നമ്മൾ പല ഘട്ടങ്ങളിൽ നമ്മൾ പറയുമ്പോഴും ഇന്ത്യയുടെ പൊതു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്ന് ഈ ഒരു ആസ്പെക്റ്റിൽ കേരളം വളരെ പിറകിലാണ് വളരെ പിറകിലാണ്. അതുകൊണ്ടാണ് മുഖ്യ സംസ്ഥാനങ്ങളിൽ തന്നെ ഇപ്പോൾ SC ST വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളല്ല, ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങൾ വിട്ടാൽ തന്നെ 8ഓളം മുഖ്യമന്ത്രിമാർ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ മുസ്ലിം മുഖ്യമന്ത്രിമാരെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പലയിടത്തും ഈ മുഖ്യമന്ത്രിമാർ അധികാരത്തിൽ വരുമ്പോഴേക്കും രാഷ്ട്രീയ അസ്ഥിരത വന്നു കയറുന്നതും ആ ടേം പൂർത്തിയാകുന്നതിന് മുമ്പ് പുറത്തേക്ക് പോകേണ്ടി വരുന്നതും പല സംസ്ഥാനങ്ങളിലും ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അതിൽ മായാവതി മാത്രമാണ് വളരെ സ്ട്രോങ് ആയി ഒരു ഫുൾ ടേം പൂർത്തിയാക്കിയ ദളിത് മുഖ്യമന്ത്രി എന്ന് പറയാവുന്നത് മായാവതി മാത്രമാണ്. അങ്ങനെ മായാവതി മുഖ്യമന്ത്രി ആകുന്നൊരു ഘട്ടം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദളിത് ബ്രാഹ്മിൻ മുസ്ലിം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ മായാവതി രൂപീകരിക്കുകയും ആ ഇക്വേഷനെ ആധാരമാക്കിക്കൊണ്ട് കാൻഡിഡേറ്റ്സിനെ തീരുമാനിക്കുകയും ആ ഇക്വേഷനെ ദളിത് ബ്രാഹ്മിൻ ബൈച്ചാര എന്നത് അവരുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ പേര് തന്നെ ഭാഗമായിരുന്നു. ആ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ തുടർച്ചയിലാണ് 5 വർഷം എന്ന് പറയുന്ന ടേമിൽ മായാവതി മുഖ്യമന്ത്രിയാവുന്നത്. അപ്പോൾ പോലും അവിടെ വേണമെങ്കിൽ നമുക്കൊരു കോംപ്രമൈസിങ് എലിമെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ഘടകം അവിടെയുണ്ട്. കാരണം വെച്ചാൽ ദളിത് ബ്രാഹ്മിൻ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ അവിടെ ഉണ്ടാക്കിയതിന് ശേഷമാണ് മായാവതിക്ക് 5 വർഷം എന്ന് പറയുന്ന ഫുൾ ടേം ഭരിക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ ഇവിടെ കേരളത്തിലെ സിറ്റുവേഷൻ ഇപ്പോൾ ഐക്യകേരളം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പുള്ള അപ്രൈസിങ്ങിനെ കുറിച്ച് ബഷീർ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അവിടെ ഈ അപ്രൈസിങ്ങിൻ്റെ തുടർച്ചയിൽ വലിയ സാമൂഹ്യ നവോത്ഥാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് കേരളം ഈ 2026 വരെ എത്തി നിൽക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണമെന്നാണ് ഇപ്പോൾ നാഷണൽ ലെവലിലുള്ളതിനേക്കാൾ വളരെ വളരെ പിറകിലാണ് കേരളം ഇക്കാര്യത്തിൽ എന്ന് നമുക്ക് കണക്കുകൊണ്ട് സ്ഥാപിക്കാൻ പറ്റും. എന്നാണ് നമ്മുടെ മുമ്പിലുള്ള അന്തരീക്ഷവും. എന്താണ് അതിന് കാരണമെന്നാണ് രാജീവ് കരുതുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. അയിത്തം എന്ന് പറയുന്നൊരു സംഗതി നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അയിത്ത ജാതിക്കാരിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ കേരളീയ സമൂഹം ഇപ്പോഴും തയ്യാറായിട്ടില്ല. കേരളീയ സമൂഹം തയ്യാറാവണമെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിലേക്ക് ഒരു വഴി തെളിച്ചു കൊടുക്കണം. ആ വഴി തെളിച്ചു കൊടുക്കാൻ പാകത്തിനുള്ള ഒരു മനസ്സിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഇതുവരെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയായ ലെഫ്റ്റ് അതല്ലെങ്കിൽ ഇടതുപക്ഷ ഐഡിയോളജി, അതിൻ്റെ പരിഗണനയിൽ ജാതി എന്നത് വലിയ തോതിൽ വരാത്തതാണ് ഈ ഒരു അന്തരീക്ഷത്തിന് കാരണമെന്ന് കരുതാൻ പറ്റുമോ? അതൊരു കാരണം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരതിനെ ഒരു ക്ലാസ് സ്ട്രഗിൾ എന്നുള്ള നിലയ്ക്ക് ഡിഫൈൻ ചെയ്യുകയും അതിൻ്റെ ഭാഗമായി മാത്രം അതിനെ കാണുകയും ചെയ്യുമ്പോൾ ഈ സാമൂഹ്യമായി പിന്നാക്കം നിൽക്കേണ്ടി വരുന്ന വിഭാഗങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്
അതിനെ വർഗം ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ട് വിശകലനം ചെയ്താൽ അത് മതിയാവില്ല. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, എന്തുകൊണ്ടാണ് KR നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതി ആവുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിക്കാൻ പാകത്തിലേക്ക് ഞങ്ങൾ വളർന്നിരിക്കുന്നു എന്ന തോന്നലാണ് ദളിത് സമൂഹത്തിനുണ്ടാകുന്നത്. ഈ തോന്നൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി പദവി, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ഗവർണർ പദവി, അതുപോലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും മുഖ്യമന്ത്രി പദവി, അതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രി പദവി, ഇതൊക്കെ നേടിയെടുക്കാൻ പാകത്തിലുള്ളൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഞങ്ങൾക്കുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ പ്രക്രിയ തന്നെയാണ്. ആ രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് ഈ എന്താ പറയുക, വർഗാടിസ്ഥാനത്തിലുള്ള വിശകലനം കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അവിടേക്ക് ഇപ്പോഴും CPM എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 2021 ചില ഭാഗങ്ങളിലൂടെ അതിലേക്കുള്ളൊരു ശ്രമം ഒരു പരിധി വരെ CPM നടത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ K. രാധാകൃഷ്ണനൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാഴ്ത്താൻ കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചേക്കും. പക്ഷെ അത് സാധിക്കും എന്ന ഉറപ്പ് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. രണ്ട് മുന്നണികളിലും അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ മുന്നോക്ക ഹിന്ദു സമൂഹം 1950കളുടെ ശേഷം ആദ്യത്തെ 3 പതിറ്റാണ്ടിൽ കൈയടക്കി വെച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മേധാവിത്വം പതുക്കെ കുറഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നു. അത് ഈഴവ ജനവിഭാഗത്തിലേക്കും മുസ്ലിങ്ങളിലേക്കുമാണ് അതിൻ്റെ കോമ്പൻസേറ്ററി ആയിട്ട് അത് വന്നു ചേർന്നിട്ടുള്ളത്. എന്നാൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ദളിത് ജനവിഭാഗത്തിലേക്ക് ഒരു ഘട്ടത്തിലും അത് പോയില്ല. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ 1957 എവിടെയാണോ നിന്നത് അത് തന്നെയാണ് 2021 നിൽക്കുന്നത്. ഇതിൻ്റെ ബെനിഫിഷ്യറീസ്, അതായത് ഈ ഒരു ഡെമോക്രറ്റൈസേഷൻ പ്രക്രിയയുടെ ബെനിഫിഷ്യറീസ് എന്നതിലേക്ക് എന്തുകൊണ്ട് ഈ ജനവിഭാഗം വരുന്നില്ല? അതിന് ഇടനിലയിൽ നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇടക്ക് നിൽക്കുന്നവർക്കാണ് അത് കിട്ടുന്നത് എന്നതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? അതൊരു കോൺട്രഡിക്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 1957 മുതലുള്ള ഒരു 3 ദശകം, ആ ദശകത്തിൽ ഈ പറയുന്ന അപ്പർ കാസ്റ്റ് ഹിന്ദുസിൻ്റെയും അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻസിൻ്റെയും ഒരു മേധാവിത്വം അസംബ്ലിയിലും മന്ത്രിസഭയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ റെപ്രസെൻറ്റേഷൻ നിയമസഭയിലും മന്ത്രിസഭയിലും ഉണ്ടാകുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈഴവ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ള കൂടുതൽ ആളുകൾ നിയമസഭയിലേക്കും മന്ത്രിസഭയിലേക്കും എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു ഘട്ടത്തിൽ 2006, 2011 അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്തു നിന്നാണെന്ന് തോന്നുന്നു, CPIയുടെ 4 മന്ത്രിമാരും ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാരായിരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അത്രയധികം അവർ ആ വിഭാഗത്തിലൊക്കെ മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ദളിത് വിഭാഗം എടുത്തു കഴിഞ്ഞാൽ 1957 ഭരണഘടനാപരമായിട്ടൊരു സംവരണ സമ്പ്രദായം ഏർപ്പെടുത്തിയത് അന്ന് മുതൽ ഇന്ന് വരെ സംവരണത്തിന് അർഹമായ ഒരു വിഭാഗം എന്നുള്ളതിനപ്പുറത്തേക്ക് ആ വിഭാഗത്തെ ഒരു മെയിൻ സ്ട്രീം വിഭാഗമായിട്ട് കണക്കാക്കാൻ കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തയ്യാറായിട്ടില്ല. അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമാണ് ഒരു ജനറൽ സീറ്റിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ കേരള സമൂഹം തയ്യാറായിട്ടോ? കേരളത്തിൽ ഒന്നോ രണ്ടോ തവണയാണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ ഇതിനു മുമ്പൊരു ഡിസ്കഷനിൽ അത് സംബന്ധിച്ചൊരു തർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ K. കുഞ്ഞമ്പു ആണ് കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായിട്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ടൊരു നേതാവ് ജനറൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരുന്നത്. KK ബാലകൃഷ്ണനും എനിക്ക് തോന്നുന്നു ഏതോ ഒരു ജനറൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഇങ്ങനെ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് പോകാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. അവരെ മത്സരിപ്പിക്കാൻ പോലും തയ്യാറാകാത്ത പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവർക്ക് അധികാരത്തിൽ കൂടുതൽ പദവികൾ കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമല്ല. ഇപ്പോൾ 2011, 2016 ആദ്യമായിട്ട് ST വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ PK ജയലക്ഷ്മി മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. അന്ന് PK ജയലക്ഷ്മി മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ആദിവാസി ക്ഷേമം, ട്രൈബൽ വെൽഫെയറും സ്പോർട്സ് യുവജനക്ഷേമവും എന്ന് പറയുന്ന വകുപ്പുകൾ മാത്രം കൊടുക്കുകയാണ് അന്നത്തെ ലീഡർഷിപ്പ് ചെയ്തത്. അപ്പോൾ ഈ ലെവലിലാണ് നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ വിഭാഗത്തെ, അതായത് കേരള ജനസംഖ്യയുടെ ഏതാണ്ട് 11% വരുന്നൊരു ജനവിഭാഗത്തെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംവരണ മണ്ഡലത്തിന് പുറത്തേക്ക് ഏതെങ്കിലും ഒരു സീറ്റിൽ LDFോ UDFോ ഒരു പട്ടികവിഭാഗക്കാരനെയോ പട്ടികജാതിക്കാരനെയോ മത്സരിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സാർവദേശീയ തലത്തിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴും ദേശീയ തലത്തിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴുമൊക്കെ കേരളം വലിയൊരു രാഷ്ട്രീയ പരീക്ഷണശാലയാണ്, വളരെ പൊളിറ്റിക്കലി അജൈലായ ഒരു പോപ്പുലേഷനാണ് എന്നൊക്കെ വിലയിരുത്തപ്പെടും. എന്നാൽ ഇവിടെയും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും മാധ്യമങ്ങളിലാകെ
രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കും. നമ്മളും ഇപ്പോഴിത് ചർച്ചക്കെടുക്കുന്നത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിർത്തി ആണ്. കേരളം ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റി ആയതിൻ്റെ റിഫ്ലക്ഷനാണ് ഇതെല്ലാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇലക്ഷനിയറിംഗ് പ്രക്രിയയിലോ അതിന് മുന്നോടിയായുള്ള ചർച്ചകളിലോ ഈ കാര്യങ്ങൾ ഉയർന്നു വരുന്നേയില്ല. മാധ്യമങ്ങൾക്ക് ഇതിലെന്താണ് പങ്ക്? മാധ്യമങ്ങൾ ഒരു ഘട്ടത്തിലും ഇത്തരം കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിലിപ്പോൾ ഒരുപക്ഷെ നമ്മൾ രണ്ടുപേരും പ്രതിസ്ഥാനത്തുണ്ടാവുമായിരിക്കാം. കാരണം നമ്മൾ പല കാലങ്ങളിൽ പല മാധ്യമങ്ങളിലായി പ്രവർത്തിച്ച ഘട്ടങ്ങളിലൊന്നും ചിലപ്പോൾ ഇതൊന്നും ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ മാധ്യമങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇത് റേസ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ജനസംഖ്യാനുപാതികമായി തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ ഒരു ടെലിവിഷൻ ചാനൽ നടത്തുന്നു, അല്ലെങ്കിൽ ഒരു പത്രം നടത്തുന്നു. ഇതിൻ്റെ ഉപഭോക്താക്കളായിരിക്കുന്ന ആളുകളിൽ ഈ പറയുന്ന 11.9% ഉണ്ട്, അല്ലെങ്കിൽ 27% വരുന്ന മുസ്ലിങ്ങളുണ്ട്, അല്ലെങ്കിൽ 22% വരുന്ന ഈഴവ വിഭാഗമുണ്ട്. ഇവരുടെ റെപ്രസെൻറ്റേഷൻ യഥാർത്ഥത്തിൽ അധികാര സ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംസാരിക്കേണ്ട ഉത്തരവാദിത്വം. രാജീവ് നേരത്തെ പറഞ്ഞ കണക്ക് എനിക്ക് റിവീലിംഗ് ആയിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ മുന്നോക്ക ഹിന്ദു ജനസംഖ്യയുടെ അത്ര തന്നെയുണ്ട് കേരളത്തിലെ ഏറ്റവും അധസ്ഥിതമായ പിന്നോക്ക ഹിന്ദു സമൂഹം എന്നത്. എന്നാൽ ആദ്യത്തേതിൻ്റെ 10-1 അധികാര സ്ഥാനങ്ങൾ മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ എന്നതും. യഥാർത്ഥത്തിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വെച്ചാൽ ജനസംഖ്യാനുപാതികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ മുന്നോക്ക ഹിന്ദു വിഭാഗത്തിന് ഏതാണ്ട് ഒപ്പിച്ച് അധസ്ഥിത പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ജനസംഖ്യ കേരളത്തിലുണ്ട്. അവർക്ക് അധികാരത്തിൽ അർഹമായ പ്രാതിനിധ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന വസ്തുത അവിടെ നിൽക്കുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ പാകത്തിനുള്ളൊരു നേതാവിനെ ഈ പറയുന്ന പാർട്ടികളോ മുന്നണികളോ ഇതുവരെ കേരള സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടില്ല എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ കേരളത്തിൻ്റെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുമോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ആ ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.